നമ്മളെല്ലാവർക്കും അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പോയിന്റ് പ്രൊജക്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് ക്വാർട്ടറിൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് ഇൻ തേർഡ് ക്വാർട്ടറിൻ്റെ മൂന്നാമത്തെ ക്വാർട്ടറിൽ ഒരു പോയിന്റ് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്, നമ്മുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോട്ടിൽ അതിനെക്കുറിച്ചുള്ള ചോദ്യവും അതിൻ്റെ ഇതും എഴുതിയെടുത്തിട്ടെന്ന് വിചാരിക്കുന്നു. കുറേ ആൾക്കാരോട് അയക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ആരും അയച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് അയക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഇതിനകത്ത് തേർഡ് ക്വാർട്ടറിലുള്ള ഒരു പോയിന്റിൻ്റെ പ്രൊജക്ഷൻ നമുക്കൊരു ക്വസ്റ്റ്യൻ വഴിയായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എ പോയിന്റ് സി ഈസ് 30 mm ബിലോ HP ആൻഡ് 40 mm ബിഹൈൻഡ് VP. ഡ്രോ പ്രൊജക്ഷൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ ക്വാർട്ടറിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ബിലോ HP-യും ബിഹൈൻഡ് VP-യും വന്നു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? ബിലോ HP-യും ബിഹൈൻഡ് VP-യും വന്ന ഏതായിരിക്കും? അത് തേർഡ് ക്വാർട്ടറൻ്റ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് എക്സാമിന് വരുമ്പോൾ ഒരിക്കലും തേർഡ് ക്വാർട്ടറിലാണ് പോയിന്റ് എന്ന് ഡയറക്റ്റ് പറയില്ല നമ്മളോട്. അതിന് പകരം ഈ വേർഡുകളെ ഉണ്ടാവുള്ളൂ, ബിലോ HP-യും ബിഹൈൻഡ് VP-യും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ HP എന്നുള്ള പ്ലെയിനും VP എന്നുള്ള പ്ലെയിനും അല്ലേ, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും. അപ്പോൾ ഇതിൽ ഏതായിരിക്കും തേർഡ് ക്വാർട്ടറന്റ്? നമ്മൾ പറഞ്ഞിരുന്നു ഇത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. ഇവിടെയാണ് ഫസ്റ്റ് ക്വാർട്ടറന്റ് വരിക, ഇത് സെക്കൻഡ് ക്വാർട്ടറന്റ്, ഇത് തേർഡ് ക്വാർട്ടറന്റ്, ഇത് ഫോർത്ത് ക്വാർട്ടർ. അപ്പോൾ ഈ ഭാഗത്തായിരിക്കും പോയിന്റ് വരേണ്ടത്. ബിലോ HP ബിഹൈൻഡ് VP, HP-യുടെ താഴെ VP-യുടെ പുറകിൽ. ഇതാണ് നമ്മൾ തേർഡ് ക്വാർട്ടറന്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എ പോയിന്റ് സി ഈസ് 30 mm ബിലോ. 30 mm 30 mm താഴെയാണ്. അതായത് എവിടുന്ന് താഴെയാണ്? HP-ക്ക് 30 mm താഴെ അല്ലേ? സി എന്നുള്ള പോയിന്റ് 30 mm താഴെയാണ്. ഇനി അടുത്തതോ 40 mm ബിഹൈൻഡ് VP, അതായത് VP-യുടെ 40 mm പുറകിലാണ്. 30 mm താഴെയും 40 mm പുറകിലുമായിട്ട്. അപ്പോൾ ഇവിടെയാണ് ഏതെന്നുള്ളത് സി എന്നുള്ള പോയിന്റ് വരുന്നത്. ഓക്കെ, അതായത് 30 mm HP എന്നുള്ള 30 mm താഴെ, ഇനി VP-ന്ന് 40 mm പുറകിലായിട്ട്. അത് എവിടെയാണോ പോയിന്റ് വരുന്നത് അതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് സി എന്നുള്ള പോയിന്റ് വരുന്നത്. ഇനി ഇതിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെ വരും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന, അതിന്റെ മുൻവശത്ത് നിന്ന് നോക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞു എല്ലാ ക്വാർട്ടറിലും ഒബ്സർവർ എവിടെയായിരിക്കും? ഇവിടെ തന്നെയായിരിക്കും. ഒബ്സർവർ ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത്. ഈ തേർഡ് ക്വാർട്ടറിൽ ഞാൻ പറഞ്ഞു ഈ രണ്ട് പ്ലെയിനുകളും, അതായത് HP-യും VP-യും എന്തായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്? തേർഡ് ക്വാർട്ടറിൽ അതുപോലത്തെ തേർഡ് ക്വാർട്ടറിന്റെ ഏതായിട്ടാണ് പരിഗണിക്കുന്നത്? ട്രാൻസ്പെറന്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. എന്താ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അപ്പുറത്തും ഇപ്പുറത്തും കാണാൻ പറ്റുന്നത്. അതിനാണ് നമ്മൾ ട്രാൻസ്പെറന്റ്. ഇപ്പൊ ഗ്ലാസ് ഒരു ട്രാൻസ്പെറന്റ് ആണ്, ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗ്ലാസ് ആണെന്ന് പറഞ്ഞ് ഊഹിക്കുക. ഓക്കെ, സപ്പോസ് ഇതൊരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒബ്സർവർ ഇവിടുന്ന് നോക്കുകയാണ്, ഈ പോയിന്റിന് നോക്കുകയാണ്. അപ്പൊ ഈ പോയിന്റ് നോക്കുന്നത് ഫ്രണ്ട് വ്യൂ ആണ് നോക്കുന്നത്. ഫ്രണ്ട് വ്യൂ അപ്പൊ എവിടെ കിട്ടും? ഈ VP എന്നുള്ള ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. VP കേട്ടോ, ഈ നോക്കുന്ന ഇയാൾ ഇതിലെ കൂടെ നോക്കുമ്പോൾ ആ പോയിന്റ് എവിടെ പ്രൊജക്ട് ചെയ്ത് കിട്ടും? ഈ VP എന്നുള്ള പ്ലെയിനിൽ പ്രൊജക്ട് ചെയ്ത് കിട്ടി. വെർട്ടിക്കൽ പ്ലെയിനാണ് എപ്പോഴും എന്ത് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞു, ഫ്രണ്ട് വ്യൂ കിട്ടുക. അപ്പൊ ഫ്രണ്ട് വ്യൂ ഇവിടെ നമുക്ക് കിട്ടി. അപ്പൊ അത് എത്ര താഴെയാണ്? അതായത് ഈ XY ലൈനിന്ന് എത്ര താഴെയായിരിക്കും? അല്ലെങ്കിൽ HP-ന്ന് എത്ര താഴെയായിരിക്കും? അത് 30 mm താഴെയായിരിക്കും. HP-ന്ന് അല്ലെങ്കിൽ XY ലൈനിന്ന്. ഇതാണ് XY ലൈൻ. അപ്പൊ HP എന്നുള്ള പ്ലെയിൻ ഇരിക്കുന്നതാണ് XY ലൈൻ എന്ന് പറഞ്ഞത്. അതിന്റെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതായത് VP-യും HP ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനാണ് നമ്മൾ XY ലൈൻ എന്ന് പറയുക. അവിടുന്ന് എത്ര mm താഴെയായിരിക്കും? ഇവിടെ കൊടുത്തിട്ടുണ്ട് 30 mm താഴെ. അപ്പൊ ഇവിടുന്ന് 30 mm താഴെയാണ് ഈ പ്ലെയിനിൽ നമുക്ക് ഈ C' എന്നുള്ള കിട്ടിയിരിക്കുക. സ്മോൾ ലെറ്റർ C'. അപ്പൊ നമ്മൾ പറഞ്ഞു ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുമ്പോൾ എല്ലാത്തിലും പറഞ്ഞ അതേപോലെ തന്നെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 30 mm താഴെ C' കിട്ടി. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഏതാണോ ഇവിടുത്തെ ലെറ്റർ, അതായത് പോയിന്റിന്റെ പേരെന്താണോ ആ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് ആ പേര് നമ്മൾ എഴുതുക. C ആണ് ഇവിടെ. അപ്പൊ അതിന്റെ സ്മോൾ ലെറ്ററും പിന്നെ ഒരു ഡാഷും അതും ചേർന്നിട്ട് എന്തിനു പറയുക? അതിന്റെ ഫ്രണ്ട് വ്യൂവിന് നമ്മൾ സാധാരണയായിട്ട് എഴുതുക. അപ്പൊ C' നമുക്ക് ഇവിടെ കിട്ടി. ഇനി അടുത്ത എന്താണ്? അതിന്റെ ടോപ്പ് വ്യൂ ആണ് അല്ലെ? ടോപ്പ് വ്യൂ. അപ്പൊ അത് എവിടുന്നാ നോക്കുക? ടോപ്പ് വ്യൂ നമ്മൾ പറഞ്ഞു എപ്പോഴും മുകളിൽ നിന്നാണ് നോക്കുക. എവിടെ നോക്കും? ഇവിടുന്ന് മുകളിൽ നിന്ന്. ഓക്കെ, മുകളിൽ നിന്ന് ഇവിടെ നമ്മൾ നോക്കി. ഇനി നോക്കിക്കഴിഞ്ഞാലോ അപ്പോഴും HP എന്താണെന്ന് പറഞ്ഞു? ട്രാൻസ്പെറന്റ് ആണ്. അതായത് ഇവിടെ നോക്കി അപ്പുറത്ത് കാണുന്ന രീതിയിലുള്ള പ്ലെയിൻ ആണ് HP. ഏത് തേർഡ് ക്വാർട്ടറിൽ നമ്മൾ അങ്ങനെയാണ് അതിനെ പരിഗണിക്കുന്നത്. തേർഡ് ക്വാർട്ടറിൽ
ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് ആ പോയിന്റ് എവിടെ കിട്ടി? HP എന്നുള്ള പോയിന്റിൽ നമുക്ക് പ്രൊജക്ട് ചെയ്ത് കിട്ടി മുകളിൽ നോക്കുമ്പോൾ, അല്ലെ? പോയിന്റ് ഇവിടെ തന്നെ കിട്ടി. അപ്പൊ അതിന് നമ്മൾ എന്തെന്ന് പേര് കൊടുക്കുക? ഇത് ഏത് വ്യൂ ആണ്? ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ നമുക്ക് ഏത് പേര് കൊടുക്കും? സ്മോൾ ലെറ്റർ C ആയിട്ട് കൊടുക്കും. അതായത് ഇവിടെ ഏതാണോ ലെറ്റർ വെച്ച് നമ്മൾ എഴുതിയിരിക്കുന്നത് അതിന്റെ സ്മോൾ ലെറ്റർ ആയിട്ടാണ് ഏത് കൊടുക്കുക? ടോപ്പ് വ്യൂവിൽ നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നമുക്ക് രണ്ട് പ്ലെയിനുകളിൽ കിട്ടി. ഒന്ന് VP യിലും ഒന്ന് HP യിലും കിട്ടി. VP യിൽ കിട്ടുന്ന ഏതായിരിക്കും? ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ഇനി HP യിൽ കിട്ടിയതാണ് ടോപ്പ് വ്യൂ ആണ്. അപ്പൊ ഈ ടോപ്പ് വ്യൂ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പേപ്പറിലേക്ക് വരയ്ക്കണം. ഇതൊരു L ഷേപ്പിലാണ് നിൽക്കുന്നത്, അല്ലെ? രണ്ട് പ്ലെയിനുകളും കൂടി, അതായത് ഈ HP യും ഈ VP യും പോയിന്റുകളുള്ള ഈ പോയിന്റ് പ്രൊജക്ട് ചെയ്തിട്ട് HP യും ഈ പോയിന്റ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന VP യും ഒരു L ഷേപ്പിൽ നിൽക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് പേപ്പറിലേക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒരു ഒറ്റ പ്ലെയിൻ ആക്കണം, ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒറ്റ പ്ലെയിൻ ആക്കണം. അപ്പൊ അതിന് ഞാൻ പറഞ്ഞു, VP എന്നുള്ള പ്ലെയിൻ എപ്പോഴും എന്തായിരിക്കും? സ്റ്റേഷനറി ആണ്. അതൊരു VIP ആണെന്നുള്ള ഓർത്താൽ മതി. അപ്പം അത് അനങ്ങൂല, എങ്ങോട്ടും അനങ്ങൂല, അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ആകെ അരക്കാൻ പറ്റുന്ന ആൾ ആരാണ്? ഈ HP ആണ്. HP. അപ്പൊ HP ഒരു പാവാളായതുകൊണ്ട് HP നെ നമുക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാം? എങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാം? ഒരു ക്ലോക്ക് വൈസ് രീതിയിൽ, ക്ലോക്ക് വൈസിൽ ക്ലോക്കിന്റെ സൂചി എങ്ങനെയാണോ കറങ്ങുന്നത് അതേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഇത് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും? ഈ ആരോ കാണിച്ചിരുന്നില്ലേ? അതായത് ഈ ഭാഗം മുകളിലേക്ക് പോകും, ഈ ഭാഗം അപ്പോൾ താഴേക്ക് വരും. ഓക്കെ, മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പോയിന്റ്, അതായത് ഈ ടോപ്പ് വ്യൂ എന്തായിട്ട് മാറും? ഈ പ്ലെയിനിന് പാരലായിട്ട് മാറും. ഏത്? VP ക്ക് പാരലായിട്ട് HP മാറും. അപ്പോൾ VP യും ഈ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ഒരേ പ്ലെയിനിൽ നമുക്ക് കിട്ടും. നോക്കാം. അപ്പൊ കണ്ടോ? അപ്പൊ HP യിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ XY ലൈനിന്റെ മുകളിലേക്ക് പോയി. ഏതെന്ന് പറയുന്നത്? ഈ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ട് വ്യൂ HP ലൈൻ XY ലൈനിന്റെ താഴേക്കും വന്നു. അത് VP യിലാണുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? നമ്മൾ പറഞ്ഞു, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് പ്ലെയിനുകളൊന്നും വരയ്ക്കില്ല. എന്തേ വരയ്ക്കുള്ളൂ? XY ലൈനെ വരയ്ക്കുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? XY ലൈൻ വരച്ചു. ഇനി നമുക്കിവിടെ നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് ഇവിടെയാണ്. ഇനി നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എന്താ നമുക്ക് കിട്ടിയ? അതായത് ഈ C' എന്നുള്ള പോയിന്റ് ആണ്. C' പോയിന്റ് ഇവിടുന്ന് അതായത് HP ന്ന് എത്ര ദൂരത്തിലാണ് നിൽക്കുന്നത്? HP യിൽ നിന്ന് 30 mm താഴെയാണ് നിൽക്കുന്നത്. ഇതേ ഇവിടെ 30 mm താഴെയല്ലേ? അപ്പൊ ആ 30 mm താഴെയാന്നുള്ളതാണ് നമ്മൾ ഇവിടെ വരച്ചു. അതായത് ഈ പോയിന്റ് HP യിൽ നിന്ന്, അതായത് ഈ XY ലൈനിൽ നിന്ന് എന്ത് ചെയ്തു? 30 mm താഴേക്ക് നമ്മൾ വരച്ചു. അവിടെ നമുക്ക് C' എന്നുള്ള പേര് കൊടുത്തു. ഇനി അടുത്ത ലൈൻ ഏതാ നമ്മുടെ ഇതിനകത്ത്? ഇനി നമ്മുടെ അതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. അപ്പൊ ടോപ്പ് വ്യൂ എവിടെയായിരുന്നു? HP എന്നുള്ള പ്ലെയിനിലായിരുന്നു കിട്ടിയത്. അപ്പൊ HP എന്നുള്ള പ്ലെയിനിൽ കിട്ടുന്നതുകൊണ്ട് HP നെ എന്ത് ചെയ്യണം? നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ദൂരത്തിലാണുള്ളത്? അതായത് VP യിൽ നിന്ന് എത്ര ദൂരത്തിലാണ് HP കിട്ടിയത്? നമുക്ക് 40 mm ദൂരത്തിലാണ് HP നമുക്ക് കിട്ടിയത്. 40 mm ദൂരത്തിൽ HP കിട്ടി. അതായത് VP യിൽ നിന്ന്, അല്ലെങ്കിൽ XY ലായിരുന്നു 40 mm ഇങ്ങോട്ട് മാറിയിട്ട് നമുക്ക് HP കിട്ടിയത്. അപ്പൊ ഈ 40 mm ഇങ്ങോട്ട് മാറിയ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്താവും? അത് 40 mm മുകളിലേക്കാവും, അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് 40 mm ആണുള്ളത്. അതാണ് ഈ VP എന്നുള്ള പ്ലെയിനിൽ ഇവിടെ ഇങ്ങോട്ട് 40 mm ആണുള്ളത്. അപ്പൊ ഇവിടെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് 40 mm ആയിരിക്കും. ഈ 40 mm ഉള്ള ഇതിനെ ഈ HP നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തുമായിട്ട് മാറും? ഈ XY ലായിരുന്നു 40 mm മുകളിലേക്കായിട്ട് മാറും, അല്ലേ? അപ്പൊ അതാണ് നമ്മളിവിടെ വരച്ചത്. XY ലായിരുന്നു 40 mm മുകളിലേക്ക് കിട്ടിയിട്ട് നമ്മൾ എന്ത് വരച്ചു? C കിട്ടി. അപ്പൊ C എന്താണ്? അതിന്റെ ടോപ്പ് വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ ചെയ്തു. 30 mm ഇങ്ങോട്ടുള്ള ലെങ്ത് 40 mm. ഇനി നമുക്ക് ഓൾ ഡയമെൻഷൻ ആർ ഇൻ mm എന്നുള്ളതും കൂടി നമ്മൾ അതിനകത്തുനിന്ന് രേഖപ്പെടുത്തി വെച്ചു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു എക്സാമിന് നമുക്ക് വരുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളുടെ നോട്ടിൽ ഈ ഒരു പ്രോബ്ലം എഴുതുക. പ്രോബ്ലം എഴുതിയിട്ട് ഈ ഒരു ഫിഗർ നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെച്ചുക. ഈ ഭാഗം ഇല്ലേ, ഈ കാണുന്ന ഭാഗം, അത് നിങ്ങൾ റഫായിട്ട് വരച്ചു വയ്ക്കുക. അത് നിങ്ങൾ വലിയ സ്കെയിലും പെൻസിലൊന്നും ഉപയോഗിക്കുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങളൊരു പെൻസിലോട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഗത്തിൽ ഇത്രയും ഭാഗം നിങ്ങളുടെ നോട്ടിന്റെ സൈഡിലായിട്ട് എങ്ങനെ ഇത് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, പിന്നീട് എപ്പോഴും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് റഫായിട്ട് ഒരു സൈഡിലായിട്ട് വരച്ചു വയ്ക്കുക. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഈ ഒരു സ്ലൈഡിൽ കാണുന്ന ഭാഗം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കാണണം. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും നമുക്ക് അടുത്തൊരു പ്രോബ്ലമായിട്ട്, അതായത് ഈ ഒരു തേർഡ് ക്വാർട്ടറിൽ തന്നെ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.